പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് എക്സാം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്യുന്ന ആ ഒരു രീതിയിലായിരുന്നു. പ്ലസ് വൺ ഫസ്റ്റ് പറഞ്ഞാൽ ഏറ്റവും അടിപൊളി ലൈഫുള്ള ടൈമാണല്ലോ. പ്രത്യേകിച്ച് വല്ലാതൊന്നും ഉണ്ടാവില്ല, എല്ലാവരും അങ്ങനെ അടിപൊളിയായി നല്ല എൻജോയ് ചെയ്ത് നടക്കുന്ന ടൈമാണ്. ആ ടൈമിലൊക്കെ ഒന്ന് ഫോൺ, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ ജസ്റ്റ് കുറേ സിനിമ ഇറങ്ങുന്നുണ്ട്. ഞാൻ കുറേ സിനിമ കണ്ടിരുന്ന ആളാണ്. പക്ഷേ ഒന്നും കാണാതെ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്നില്ലേ. 2 വർഷം പഠിച്ചത് ഇതുവരെ എന്തായാലും ലാഭമാണ്. ഇനി അങ്ങോട്ട് എന്ത് പറ്റിയാലും 2 വർഷം ഒറ്റയും ലാഭം എനിക്കുണ്ട്. ഇനി നീറ്റ് എന്നുള്ളതല്ല, ഏതൊരു രീതിയിലായാലും മൊത്തത്തിൽ പഠനത്തിൽ, ജീവിതത്തിൽ തന്നെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ സാധിച്ചു. ഞാൻ നല്ല മടിയിലാണ്. നല്ല മടി പറഞ്ഞാൽ ഒന്നും ചെയ്യില്ല മീൻസ് ജസ്റ്റ് എക്സാം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്യുന്ന ആ ഒരു രീതിയിലായിരുന്നു. ജസ്റ്റ് അല്ലാത്ത ദിവസമൊക്കെ വെറുതെ കളിച്ച് നടക്കുക, വെറുതെ ഒരു പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായില്ല. ഇങ്ങനൊരു സിസ്റ്റത്തിൽ ഒരിക്കലും നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലൊരു മൈൻഡ് സെറ്റുള്ള ആളാണ് ഞാൻ. പക്ഷേ ആ മാറാൻ പറ്റും. അത് എങ്ങനെയാണ് ഈ ഒരു പ്രായത്തിലൊക്കെ എന്ത് മോശം മൈൻഡ് സെറ്റാണെങ്കിലും അത് കുറച്ച് കാലം നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് അതിനുള്ള മോട്ടിവേഷൻ, അതിനുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇഷ്ടംപോലെ കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ മാറ്റാൻ പറ്റും. എങ്ങനെയുള്ള ആൾക്കാർക്ക് വരാം. ഫസ്റ്റ് പ്ലസ് വണ്ണിൽ വന്ന ടൈമിൽ അത്യാവശ്യം സ്ട്രഗിൾ തന്നെയായിരുന്നു. ഇനി ഇരുന്ന് പഠിക്കണം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, പിന്നെ ലീവൊക്കെ വീട്ടിൽ പോകാൻ പറ്റില്ല, ആരും കാണാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. മാറ്റി വെച്ചു. പ്ലസ് വൺ ഫസ്റ്റ് പറഞ്ഞാൽ ഏറ്റവും അടിപൊളി ലൈഫുള്ള ടൈമാണല്ലോ. പ്രത്യേകിച്ച് വല്ലാതൊന്നും ഉണ്ടാവില്ല, എല്ലാവരും അങ്ങനെ അടിപൊളിയായി നല്ല എൻജോയ് ചെയ്ത് നടക്കുന്ന ടൈമാണ്. ആ ടൈമിലൊക്കെ നമ്മൾ വീട്ടിലും പോകാതെ ഫോൺ, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ ജസ്റ്റ് കുറേ സിനിമ ഇറങ്ങുന്നുണ്ട്. ഞാൻ കുറേ സിനിമ കണ്ടിരുന്ന ആളാണ്. പക്ഷേ ഒന്നും കാണാതെ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്നില്ലേ. കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് നമുക്ക് തന്നെ തോന്നും ഇങ്ങനെ തന്നെ നല്ലത്. കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ഇട്ടാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ അല്ല, ഇനി ഏത് മേഖലയിലാണെങ്കിലും കറക്റ്റ് സിസ്റ്റമാറ്റിക്കായി അതിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ്, അതാണ് ഇവിടെ വന്നിട്ടുണ്ടായ ഏറ്റവും വലിയ ലാഭം. നൈറ്റ് ഇരുന്നിട്ട് ഒരു 12-1 മണി വരെ ഇരുന്ന് രാവിലെ ക്ലാസ്സിൻ്റെ ടൈമിൽ നീക്കുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ട്. ചിലവർ ജസ്റ്റ് ഇപ്പം എനിക്ക് പറഞ്ഞാൽ എനിക്ക് നൈറ്റ് അത് ഇരിക്കാൻ കഴിയില്ല, ഉറക്കം വരും. അപ്പോൾ ഞാൻ കുറച്ച് സാധാ 10:30 ഇവിടെ മിനിമം ഇരിക്കേണ്ട ടൈം. ഞാൻ അതുവരെ ഇരുന്നിട്ട് പിന്നെ രാവിലെ നേരത്തെ 5 മണി ഒക്കെ ആകുമ്പോൾ എണീച്ച് പഠിക്കും. അങ്ങനെ പിന്നെ മെറ്റീരിയൽസ് അടിപൊളിയാണ്. കോഡ് ബ്ലൂ നല്ല യൂസ്ഫുൾ ആണ്. ഫസ്റ്റ് ഇനീഷ്യൽ പഠിക്കുമ്പോഴൊക്കെ ഫസ്റ്റ് നല്ല ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിനും ഡെയിലി ഹാൻഡ്, പിന്നെ വീക്കിലി എക്സാം എന്നും ക്വസ്റ്റ്യൻ ചെയ്യും. ഇനി നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ സമയം കണ്ടെത്തി ക്വസ്റ്റ്യൻ ചെയ്യും. എല്ലാ എക്സാമും അടിപൊളിയാണ്. എക്സാംസ് വേണമല്ലോ എന്തായാലും. വീക്കിലി എക്സാം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഈ ഒരു ടൈമിലാണെങ്കിൽ ഏകദേശം ഡെയിലി എക്സാം ഉണ്ട്. റിസൾട്ട് നോക്കാമെന്നാൽ തന്നെ മതി. റിസൾട്ട് ജസ്റ്റ് നോക്കുമ്പോൾ നമ്മളെ മാർക്ക് മാത്രം നോക്കിയാണ്ട് അങ്ങനെ ഒരുപാട് ഈ റാങ്ക് വൈസും അല്ലാതെ കമ്പാരിസൺ നടത്താതെ നമുക്ക് വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ് നോക്കല്ല. വേറെയുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ ഓരോരുത്തർ ഓരോ ഇന്ന് വരുന്ന ആൾക്കാരല്ലേ. കുറച്ച് ബേസ് കൂടുതലുള്ള ആൾക്കാരുണ്ടാവും, കുറച്ച് ബേസ് കുറഞ്ഞ രീതിയിൽ, അങ്ങനെയൊക്കെ പല ആൾക്കാരല്ലേ. അപ്പോൾ നമ്മളെ വച്ച് മാത്രം കമ്പയർ ചെയ്താൽ മതി. ഇൻറ്റേർണൽ ഇൻസ്പിറേഷൻ അങ്ങനെ ഒരു കാരണമൊന്നുമില്ല. ജസ്റ്റ് എന്താ വെച്ചാൽ വെറുതെ ഈ ഒരു 2 വർഷം മര്യാദക്ക് പഠിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ എത്തും. ഇനി ഡോക്ടർ എന്നുള്ളൊരു വലിയൊരു ഇതൊന്നും എനിക്കില്ല. ഇനിയിപ്പോൾ ഡോക്ടർ അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ലൊരു ലൈഫ് ഉണ്ടാവും ഭാവിയിൽ. ആ ഒരു ഇത് പിന്നെ അവളെ കാണണമല്ല, നമ്മുടെ ടീച്ചേഴ്സ്, ഡയറക്ടേഴ്സ് എല്ലാവരും ഈ ഒരു ടൈമിൽ പഠിച്ചിട്ട് പിന്നെ നല്ല ലൈഫ് കിട്ടിയ ആൾക്കാരാണല്ലോ. അപ്പോൾ ഓരോ കാണുമ്പോൾ ആ ഒരു മോട്ടിവേഷൻ, അല്ലാതെ ഒരു സയൻസ് മേഖല ആ ഒരു രീതിയിലേക്ക് തിരിയാനുള്ളവരാണെങ്കിൽ ഈ ഒരു തന്നെ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഇതൊരു നീറ്റ് ചെയ്യുന്നുള്ളത് മാത്രമല്ല, മൊത്തത്തിൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആ സബ്ജക്റ്റിൽ തന്നെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, നല്ലൊരു ബേസ് ഉണ്ടാവും. അതിന് വേറെ ഏത് റിസർച്ചാണ് ഏത് രീതിയിൽ പോവുകയാണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ. എന്തായാലും 2 വർഷം പഠിച്ചത് ഇതുവരെ എന്തായാലും ലാഭമാണ്. ഇനി അങ്ങോട്ട് എന്ത് പറ്റിയാലും 2 വർഷം ഒറ്റയും ലാഭം എനിക്കുണ്ട്. ഇനി നീറ്റ് എന്നുള്ളതല്ല, ഏതൊരു രീതിയിലായാലും മൊത്തത്തിൽ പഠനത്തിൽ, ജീവിതത്തിൽ തന്നെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ സാധിച്ചു. വെറുതെ എന്തെങ്കിലും ചെയ്യാന്നുള്ളതിന് പകരം കുറച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനും, പിന്നെ ഹാർഡ് വർക്ക്, വെറുതെ ടൈം കളയാതെ ടൈം കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു അതിനുള്ളൊരു ക്യാപ്പബിലിറ്റി ഉണ്ടായി.